ഇടുക്കി കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അറുതിയില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരുമല ഗ്രാമത്തിലിറങ്ങിയ ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാണ്. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ നൽകുന്നത്. കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിൽ കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടുകയാണ് കർഷകർ. ജനവാസ മേഖലകളിലൂടെ കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നതാണ് ആളുകളുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിലെത്തിയ ഒറ്റയാൻ നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർത്തു. ദിവസങ്ങൾക്ക് മുമ്പ് കൃഷിത്തോട്ടങ്ങളിലിറങ്ങി നാശം വരുത്തിയ ഒറ്റയാനാണ് ഗ്രാമങ്ങൾക്കുള്ളിൽ കയറിയും പരാക്രമം നടത്തിയത്. ഇന്ന് ഇടുക്കി ജില്ലയിൽ വ്യാപകമായി കൃഷി, വാഹനം, വിവിധ കാർഷിക മേഖല ഇതെല്ലാം നാശനഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലുള്ള ജനങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത് ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസിലും അതുപോലെ തന്നെ DFO ഓഫീസിൻ്റെ ഉപരോധവും സമരപരിപാടികളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും സംസ്ഥാന സർക്കാർ കണ്ടും കാണാത്ത പോലെ ഇരിക്കുന്നത് ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി കാട്ടാനശല്യം അതിരൂക്ഷമാണ്. 10-ലധികം കാട്ടാനകളാണ് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്നത്. കാട്ടാനകളെ തുരത്താനും സുരക്ഷ ഉറപ്പാക്കാനും RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.